ഹായ് നമസ്തേ, കപ്ലൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ ഒരു വണക്കം. അപ്പോൾ ഇന്ന് അതിനുമ്പോ ഒരു കാര്യമുണ്ട്, സിനിമ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, കണ്ടന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ ദിവസമാണല്ലേ, അതായത് നമ്മളെ ഗോകുലത്തിന്റെ നമ്മളെ ബബ്ബ ഇത്ര നാൾ കാത്തിരുന്ന നമ്മളെ ലാലേട്ടന്റെ ക്യാമിയോ ഉള്ള സർപ്രൈസ് ആയിട്ട് ഉച്ചയ്ക്ക് ഒരു പോസ്റ്റ് 8/18 ഇത് വരുമെന്നുള്ള. അപ്പൊ 8/18 അപ്പൊ നമുക്ക് ട്രെയിലർ വന്നിട്ടുണ്ട്, കാണാം. നൈസ് നൈസ്. ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ദിലീപാണ്. നമസ്കാരം, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. ഗോകുലം ഗോപാലൻ ഇപ്പൊ ഈ നാട്ടിൽ ശ്രീനിവാസൻ എന്റെ മുഖചിത്രമാണ്. നമ്മളൊരാളുടെ തല പിടിച്ചു വോയിസ് വോളിയം വോളിയം തണ്ണിമത്ത കെട്ടിയും പോലെ. മോന് I will take you to the miraculous universe of the most wanted person you are searching for. എല്ലാരും ഉണ്ടാടി ഇവിടെ വിഷയം കയറും കലക്കും. വീണ്ടും സന്ധിക്ക് പറയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അതിപ്പോ പറയാൻ കഴിയില്ല. ഇത് എല്ലാത്തിനും സെൽഫ് ട്രോൾ ചെയ്യണ്ട. നിനക്ക് വേണ്ടി ആർക്കും വിളിക്കണം. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അതായിരുന്നു ഞാൻ കാത്ത വണ്ടി എന്റെ കംബാക്ക് മൊമെന്റ്. ഇത് എല്ലാരും സെൽഫ് ട്രോളാണ് പടം. സത്യം താൻ കടമേ ചെയ്യും. അവനും അമ്മനും ഒരുമിച്ച് മോനെ ഒരു സീനെ ബുള്ളറ്റ് എന്റെ ഇത് ആര് അനിയനും ചേർന്ന ഇന്നാക്കൊന്നും വേണമാ, മറ്റേ ഇന്നും കൊഞ്ചം വേണം. എടാ എന്ത് ഇടോ പോതുമാ ഇന്നാക്കൊണ്ട്. എടാ വിജയ് ഫാനോടാ എല്ലാണോ? അതല്ലേ ഡയറക്ടർ വിജയ് ഫാൻ, എല്ലാരും വിജയ് ഫാൻ. എന്റെ മോനെ ലാലേട്ടൻ മറ്റേ മുണ്ടു എന്റെ ഷോട്ട് നമ്മളാ സ്റ്റോറി ഷോട്ട് മാത്രമേ കാണുമെന്ന് പ്രതീക്ഷ ട്രെയിലർ. പക്ഷേ ഇത് എന്തോ അനിയന് ചേർന്ന് കണക്കൊരു സാധനം ഇവിടെ വിഷയം. പിന്നെ ഇതിന് മ്യൂസിക് ഗോപി സുന്ദർ അല്ല അല്ലേ, പിന്നെ ആരെ കാണിച്ചത്? കോ പ്രൊഡ്യൂസർ റൈറ്റേഴ്സ് നദീം. ഷാൻ റഹ്മാനും ഗോപി സുന്ദറും അങ്ങനെയാണ് എഴുതിയേക്കണ. ഓ കോ പ്രൊഡ്യൂസർ ഫാഹിം, ഇത് ആയിരമോ രാജൻ മോഹൻ. മ്യൂസിക് ഒറിജിനൽ സ്കോർ ഗോപി സുന്ദറും മറ്റേ ഷാൻ റഹ്മാനും ഉണ്ട്. അപ്പം 18 പൊളിക്കുക. ഇതുവരെ സത്യം പറയാനോ ലാലേട്ടൻ ഇപ്പം ഏതെങ്കിലും ഒരു ക്യാമിയോ അല്ല ഒരു മൂവിയില് ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ പല എന്തെങ്കിലും ഒരു ഇത് വന്നേനെ, എന്തെങ്കിലും ഒരു സാധനം ലീക്ക് ആയിരുന്നു. പക്ഷെ ഒരു സാധനം പോലും ലീക്ക് ആയിട്ടില്ല. അത്രയ്ക്ക് ശ്രദ്ധയോടെയാണ് അവർ ചെയ്തത്. ഇത് മതി സാധനം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിനകത്ത് എല്ലാവർക്കും സെൽഫ് ട്രോളും പരിപാടിയൊക്കെയാണ് വന്നത്. അപ്പം ഈ പടത്തിന്റെ ഇനി എക്സൈറ്റ്മെന്റ് കൂടി ഇതിനൊരു അങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ട്. എക്സൈറ്റ്മെന്റ് ഒരുപാട് കൂടിയാലേ എനിക്ക് തോന്നണം ഇതിൽ കണ്ടത് വെച്ചിട്ട് എക്സൈറ്റ്മെന്റ് കൂടിയാൽ ചിലപ്പം പടം വർക്കാവാൻ ചാൻസ് ഇല്ല. മാല സാധനം എല്ലാം ഉണ്ട്. പിന്നെ രണ്ടുപേരും അല്ലേ ചെറുപ്പക്കാരെ പോലെ ബുള്ളറ്റിൽ വരെ പോവാണ്. മറ്റേ അത് സെറ്റ് സീൻ. പക്ഷെ ബുള്ളറ്റിൽ എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. പക്ഷെ ആ തോള് ചരിഞ്ഞു വരുന്ന ആ സാധനവും പിന്നെ മറ്റേ മുണ്ട് നമ്മളൊരു ഫ്രണ്ട് പറയുകയും ചെയ്തു ആറാട്ടണക്കാവോ ഇത് എന്തിനാവോന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും അങ്ങനെ വലിയ മ്യൂസിക് ഒന്നും ഇല്ല, എന്നാലും കൊള്ളാം ഇത് തന്നെ. പിന്നെ ലാസ്റ്റ് സമയത്താണ് ഷാൻ റഹ്മാനെ മാറ്റിട്ട് ഗോപി സുന്ദർ വന്നത്. പിന്നെ ഇനി തട്ടിക്കൂട്ട് പരിപാടി ആവാതിരുന്നാ മതി, എത്രേ പറയാനുള്ളൂ. പിന്നെ മറ്റേ ഇതില് സ്റ്റോറി മറ്റേ അപ്പം പുള്ളിക്കാരന് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. സിനിമ ആദ്യമായിട്ടല്ലേ സിനിമയെ അപ്രോച്ച് ചെയ്യണം. അപ്പൊ അവരുടെ ടീമിൽ നിന്ന് എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്. കാര്യം ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് പടം വർക്കായില്ലെങ്കിൽ. പിന്നെ മോഹൻലാൽ ഒരുപാട് ഇന്റർവ്യൂല് പറഞ്ഞ്
ഇതെന്ന് പറഞ്ഞ ഒരു ലോജിക് ഇല്ല പടത്തിന്. Logic ഇല്ല, മാഡ്നസോട് കൂടി ലോജിക്ക് നോക്കിയാ പടം വർക്ക് ആവൂല. അതിലുണ്ട്. അത് പിന്നെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നോക്കാം. മറ്റേ ബ്ലഡ് ഒക്കെ ഒഴിയുന്ന ആ സീന് അതാ. എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നോക്കാം. മറ്റേ ഇത്തിക്കര പക്കി കണക്ക് ഒരു പടം ഒരു ക്യാമിയോ ഒന്നും തൂക്കിക്കളെ. ഗോപി സുന്ദർ ഒരു ഇംഗ്ലീഷ് പാട്ടിൽ ഇൻട്രോ ആണ്. അത്രേ ഉള്ളു. അപ്പൊ അത്രക്കല്ലേ ഉള്ളു. അപ്പൊ പുതിയ സിനിമാറ്റിക് വിശേഷങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി കപ്ലൂസ് ലൈൻ